ക്രിസ്തുവിലുള്ള പ്രിയ സഹോദരീ സഹോദരന്മാരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ശിഷ്യന്മാരുടെ ഹൃദയങ്ങളെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കാവുന്ന ഒരു കാര്യം യേശു പറയുന്നു. എന്നെ അയച്ചവന്റെ അടുക്കലേക്കു ഞാൻ മടങ്ങിപ്പോകുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞതുകൊണ്ട് നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. ശിഷ്യന്മാർ യേശുവിനെ നഷ്ടപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. 3 വർഷമായി അവൻ അവരുടെ ഗുരുവും സുഹൃത്തും ശക്തിയും പ്രത്യാശയുമായിരുന്നു. അവനെ അനുഗമിക്കാൻ അവർ എല്ലാം ഉപേക്ഷിച്ചിരുന്നു. ഇപ്പോൾ യേശു അവരോട് താൻ പോകുകയാണെന്ന് പറയുന്നു. നഷ്ടം വേദനാജനകമായതിനാൽ അവരുടെ ഹൃദയങ്ങൾ ദുഃഖത്താൽ നിറഞ്ഞിരുന്നു. ആ തോന്നൽ ഞങ്ങൾ നന്നായി മനസ്സിലാക്കുന്നു. നഷ്ടത്തെ ഞങ്ങൾ എല്ലാവരും ഭയപ്പെടുന്നു. നമ്മൾ സ്നേഹിക്കുന്ന ആളുകളെ നഷ്ടപ്പെടുമെന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ആരോഗ്യം നഷ്ടപ്പെടുന്നു, സുരക്ഷ നഷ്ടപ്പെടുന്നു, സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, പരിചിതമായത് നഷ്ടപ്പെടുന്നു. അജ്ഞാതമായത് നമ്മെ ഭയപ്പെടുത്തുന്നതിനാൽ ഞങ്ങൾ സുഖകരമായ കാര്യങ്ങളിൽ പറ്റിനിൽക്കുന്നു. മുന്നോട്ട് പോകുന്നത് അനിശ്ചിതത്വമുള്ളതായി തോന്നുന്നതിനാൽ ഞങ്ങൾ ഭൂതകാലത്തെ മുറുകെ പിടിക്കുന്നു. എന്നാൽ യേശു അത്ഭുതകരമായ ഒരു കാര്യം പറയുന്നു. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. യേശുവിനെ നഷ്ടപ്പെടുന്നത് എങ്ങനെ എപ്പോഴെങ്കിലും മെച്ചപ്പെടും? കാരണം യേശു അവരെ ഒരു വലിയ ദാനത്തിനായി ഒരുക്കുകയായിരുന്നു, പരിശുദ്ധാത്മാവ്. ശിഷ്യന്മാർക്ക് അവരുടെ അരികിൽ യേശുവിനെ അറിയാമായിരുന്നു. പരിശുദ്ധാത്മാവിലൂടെ ക്രിസ്തു അവരുടെ ഉള്ളിൽ വസിക്കുന്നതായി അവർ താമസിയാതെ അറിയും. ഇത് നമ്മെ ഒരു പ്രധാന ആത്മീയ സത്യം പഠിപ്പിക്കുന്നു. ചിലപ്പോൾ ദൈവം ഒരു ആശ്വാസത്തെ നീക്കം ചെയ്യുന്നു, അത് നമ്മെ കൂടുതൽ ആഴത്തിലുള്ള ഒന്നിനായി ഒരുക്കുന്നു. ചിലപ്പോൾ ദൈവം നമ്മുടെ കൈകളെ ശൂന്യമാക്കുന്നു, അങ്ങനെ നമ്മുടെ ഹൃദയങ്ങൾ ഒടുവിൽ അവനെ പിടിക്കും. വിശുദ്ധന്മാർ ഈ രഹസ്യം ആഴത്തിൽ മനസ്സിലാക്കി. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസിനെക്കുറിച്ച് ചിന്തിക്കുക. ഫ്രാൻസിസ് സമ്പത്തിലും ആശ്വാസത്തിലും പദവിയിലും ജനിച്ചു. വിജയം, ബഹുമാനം, പ്രശസ്തി എന്നിവ സ്വപ്നം കണ്ടു. എന്നാൽ ക്രിസ്തു തന്റെ ഹൃദയത്തെ സ്പർശിച്ചപ്പോൾ ലോകം പ്രധാനമെന്ന് കരുതുന്നതെല്ലാം ഫ്രാൻസിസിന് പതുക്കെ നഷ്ടപ്പെട്ടു. അവൻ തന്റെ സമ്പത്ത് ഉപേക്ഷിച്ചു. അവൻ തന്റെ പദവി ഉപേക്ഷിച്ചു. അവൻ തന്റെ പിതാവിന്റെ മുമ്പാകെ പരസ്യമായി നിൽക്കുകയും എല്ലാ ലൗകിക അവകാശങ്ങളും ഉപേക്ഷിക്കുകയും ചെയ്തു. ലോകത്തിന് ഫ്രാൻസിസ് ഒരു പരാജയമായി കാണപ്പെട്ടു. എല്ലാം നഷ്ടപ്പെട്ട ഒരു മനുഷ്യൻ. എന്നാൽ ഫ്രാൻസിസ് ഒരു രഹസ്യം കണ്ടെത്തി. അവൻ ലൗകിക സുരക്ഷ കൂടുതൽ ഉപേക്ഷിക്കുന്തോറും അവൻ ദൈവത്തിന് കൂടുതൽ ഇടം നൽകി. മറ്റുള്ളവർ നഷ്ടം എന്ന് വിളിച്ചത് ഫ്രാൻസിസ് സ്വാതന്ത്ര്യം എന്ന് വിളിച്ചു. ദൈവം നിങ്ങളുടെ എല്ലാമാണെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവമാണെന്ന് അദ്ദേഹം കണ്ടെത്തി. പിന്നെ കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ ഉണ്ട്. വിശുദ്ധ യോഹന്നാൻ ഈ ആത്മാവിന്റെ ഇരുണ്ട രാത്രിയെക്കുറിച്ച് സംസാരിച്ചു. ചിലപ്പോൾ ദൈവം ആത്മീയ വരൾച്ച, ആശയക്കുഴപ്പം, നിശബ്ദത, കഷ്ടപ്പാട് എന്നിവ അനുവദിക്കുന്നത് നമ്മെ ഉപേക്ഷിച്ചതുകൊണ്ടല്ല, മറിച്ച് അവൻ നമ്മെ ശുദ്ധീകരിക്കുന്നതുകൊണ്ടാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഒരു കുട്ടി ആദ്യം ദാനങ്ങളിൽ പറ്റിനിൽക്കുന്നു. എന്നാൽ ആത്മാവ് ദൈവത്തോട് തന്നെ പറ്റിനിൽക്കാൻ പഠിക്കുമ്പോഴാണ് ആത്മീയ പക്വത ആരംഭിക്കുന്നത്. കുരിശിന്റെ വിശുദ്ധ യോഹന്നാൻ എഴുതി, എല്ലാം സ്വന്തമാക്കാൻ വരുന്നതിന് ഒന്നും കൈവശപ്പെടുത്താൻ ആഗ്രഹിക്കുക. നാം ഭൗമിക സുഖങ്ങളിൽ തീവ്രമായി പറ്റിനിൽക്കുന്നിടത്തോളം നമ്മുടെ ഹൃദയങ്ങൾക്ക് ദൈവത്തിന്റെ അനന്തമായ സ്നേഹം പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ചിലപ്പോൾ ആത്മീയ ആഴം കണ്ടെത്തുന്നതിനായി ദൈവം വൈകാരിക സുഖങ്ങൾ നീക്കം ചെയ്യുന്നു. ചിലപ്പോൾ നമുക്ക് യഥാർത്ഥ വിശ്വാസം പഠിക്കാൻ അവൻ ഇരുട്ടിനെ അനുവദിക്കുന്നു. ജപ്പാനിൽ കിൻസുഗി എന്ന മനോഹരമായ ഒരു കലയുണ്ട്. ഒരു പാത്രം പൊട്ടുമ്പോൾ അവർ അത് വലിച്ചെറിയുന്നില്ല. അവർ സ്വർണം കൊണ്ട് വിള്ളലുകൾ നന്നാക്കുന്നു. അതിശയകരമെന്നു പറയട്ടെ, തകർന്ന സ്ഥലങ്ങൾ ഏറ്റവും മനോഹരമായ ഭാഗമായി മാറുന്നു. ലോകം തകർന്നതിനെ മറയ്ക്കുന്നു, എന്നാൽ ദൈവം തകർന്നതിനെ രൂപാന്തരപ്പെടുത്തുന്നു. ചിലപ്പോൾ നമ്മുടെ നഷ്ടങ്ങൾ ദൈവകൃപ ഏറ്റവും തിളക്കത്തോടെ പ്രകാശിക്കുന്ന സ്ഥലമായി മാറുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ പ്രാർത്ഥിച്ചു, കർത്താവേ, നീ എന്തിനാണ് ഈ വാതിൽ അടച്ചത്? വർഷങ്ങൾക്ക് ശേഷം അവൾ പറഞ്ഞു, കാരണം ആ അടച്ച വാതിലിനു പിന്നിൽ എന്നെ നശിപ്പിക്കുമായിരുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. ചിലപ്പോൾ ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥനകൾ മറഞ്ഞിരിക്കുന്ന സംരക്ഷണമാണ്. ഒരു വാതിൽ അടയുന്നതിനാൽ നാം കരയുന്ന നിമിഷം പിന്നീട് ദൈവം നമ്മെ രക്ഷിക്കുകയായിരുന്നുവെന്ന് നാം മനസ്സിലാക്കുന്നു. ശിഷ്യന്മാർ തന്നെ ഈ രഹസ്യം അനുഭവിച്ചു. യേശു മരിച്ചപ്പോൾ പരിചിതമായതെല്ലാം അപ്രത്യക്ഷമായി. അവരുടെ പ്രതീക്ഷകൾ തകർന്നതായി തോന്നി. എന്നാൽ ആ വേദനാജനകമായ നഷ്ടത്തിലൂടെ പെന്തക്കോസ്ത്, പരിശുദ്ധാത്മാവിന്റെ വരവ്, സഭയുടെ ജനനം എന്നിവ വന്നു. നമ്മുടെ ജീവിതത്തിലും ഇതുതന്നെ സംഭവിക്കുന്നു. ചിലപ്പോൾ നമുക്ക് പദ്ധതികൾ, ബന്ധങ്ങൾ, ആശ്വാസം, സമാധാനം,
അല്ലെങ്കിൽ ഉറപ്പ് എന്നിവ നഷ്ടപ്പെടും. ആ നിമിഷങ്ങളിൽ നമ്മൾ നിലവിളിക്കുന്നു, കർത്താവേ, നീ എവിടെയാണ്? എന്നാൽ ദൈവം പലപ്പോഴും തന്റെ ആഴമേറിയ പ്രവൃത്തി ചെയ്യുന്നത് ഇരുട്ടിലാണ്. അതുകൊണ്ടാണ് ഇന്നത്തെ ഒന്നാം വായനയിൽ പൗലോസിനും ശീലാസിനും ജയിലിൽ ഇരുന്നുകൊണ്ട് സ്തുതിഗീതങ്ങൾ ആലപിക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുക. അവരെ അടിക്കുകയായിരുന്നു. അവരുടെ മുറിവുകൾ തുറന്നിരുന്നു. അവരുടെ കാലുകൾ ചെങ്ങലേറ്റിരുന്നു. അവർ ഇരുട്ടിൽ ഇരുന്നു. മാനുഷികമായി പറഞ്ഞാൽ അവർക്ക് പരാതിപ്പെടാനോ നിരാശപ്പെടാനോ എല്ലാ കാരണങ്ങളും ഉണ്ടായിരുന്നു. പകരം അവർ ദൈവത്തെ സ്തുതിച്ചു. എന്തുകൊണ്ട്? കാരണം പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ ജീവിച്ചിരുന്നു. ബാഹ്യമായി അവർക്ക് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു. ആന്തരികമായി അവർക്ക് സന്തോഷം ഉണ്ടായിരുന്നു. അവർ പാടുമ്പോൾ ഭൂമി കുലുങ്ങി. ജയിൽ വാതിലുകൾ തുറന്നു. ചങ്ങലകൾ തകർന്നു. 1945 അണുബോംബ് നാഗസാക്കി നശിപ്പിച്ചതിനുശേഷം ഏതാണ്ട് എല്ലാം നഷ്ടപ്പെട്ടു. വീടുകൾ നശിപ്പിക്കപ്പെട്ടു. കുടുംബങ്ങൾ നഷ്ടപ്പെട്ടു. പള്ളികൾ ചാരമായി. എന്നിട്ടും അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു പള്ളി മണി ഇപ്പോഴും മുഴങ്ങുന്നത് അതിജീവിച്ചവർ കേട്ടു. ഒരു പുരോഹിതൻ പിന്നീട് പറഞ്ഞു, മരിക്കാൻ വിസമ്മതിക്കുന്ന പ്രത്യാശ പോലെ മണി മുഴങ്ങി. അതാണ് പരിശുദ്ധാത്മാവ്. ഭയാനകമായ നഷ്ടത്തിനു ശേഷവും ദൈവകൃപ ഇരുട്ടിൽ മുഴങ്ങുന്നത് തുടരുന്നു. ലോകം പറയുന്നു, നിങ്ങൾ തോൽക്കുമ്പോൾ കൈപ്പുള്ളവരാകുക. എന്നാൽ സുവിശേഷം പറയുന്നു, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നഷ്ടം പോലും കൃപയിലേക്കുള്ള ഒരു വാതിലായി മാറും. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ദൈവത്തിന് നിങ്ങളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക. വലിയ കാര്യങ്ങൾ ചെയ്യാൻ അവൻ നിങ്ങളെ ഉപയോഗിക്കും. ഹെൻറി നൂവൻ എഴുതി, ദൈവത്തിന്റെ അതിരുകളില്ലാത്തതും നിരുപാധികവുമായ സ്നേഹത്തിലേക്കുള്ള കവാടമായി നമ്മുടെ സ്വന്തം പരിമിതവും വളരെ സോപാധികവുമായ സ്നേഹത്തെ മാറ്റാൻ നാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ശുശ്രൂഷയുടെ ഏറ്റവും വലിയ രഹസ്യം. പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് അതാണ്. അവൻ നമ്മുടെ ബലഹീനതകളെയും നമ്മുടെ മുറിവുകളെയും നമ്മുടെ നഷ്ടങ്ങളെയും നമ്മുടെ തകർച്ചകളെയും മറ്റുള്ളവരുടെ കൃപയുടെ ചാനലുകളാക്കി മാറ്റുന്നു. സ്വർഗാരോഹണം എന്നാൽ യേശു അവരെ വിട്ടുപോകുകയാണെന്നാണ് ശിഷ്യന്മാർ കരുതിയത്. എന്നാൽ സ്വർഗം അതിനെ പെന്തക്കോസ്തിനുള്ള ഒരുക്കമെന്ന് വിളിക്കുന്നു. നമ്മുടെ ജീവിതത്തിലെ ചില നഷ്ടങ്ങൾ ദൈവം നമ്മെ ഉപേക്ഷിക്കുകയല്ല, മറിച്ച് ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിനായി ഇടം ഒരുക്കുന്നതാണ്. അതിനാൽ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, നഷ്ടസമയത്ത് ദൈവത്തിൽ വിശ്വസിക്കാൻ ഞങ്ങളെ സഹായിക്കൂ. നമ്മെ പിന്നോട്ട് വലിക്കുന്നത് കീഴടങ്ങാൻ ഞങ്ങളെ പഠിപ്പിക്കുക. ഇരുട്ടിൽ ഞങ്ങൾക്ക് ധൈര്യം നൽകൂ. ഒരു കഷ്ടപ്പാടിനും നശിപ്പിക്കാൻ കഴിയാത്ത സന്തോഷം ഞങ്ങളെ നിറയ്ക്കൂ. നമ്മുടെ തകർന്ന സ്ഥലങ്ങളെ നിന്റെ കൃപയാൽ പ്രകാശിപ്പിക്കൂ. ആമേൻ.